നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. ആദ്യം വരുന്ന വാർത്തയിലേക്ക്. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന്റെ ആലോചന. ആശമാരുമായി മന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ചയിൽ സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ചർച്ച പൂർത്തിയായ ശേഷം ആശമാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് തത്സമയം പരിഗണിക്കാമെന്ന് പറയാണ്. സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതിനെയാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 ചർച്ചയിലും കേട്ടതാണ്, ഗവൺമെൻറ്റിന് ആശാ വർക്കർമാരുടെ അനുഭവമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിന് താല്പര്യമാണെന്ന്. അങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഈ നിമിഷം വരെ അതിനുവേണ്ടി കൈക്കൊണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും എന്ന 2 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ധാരാളം പ്രശ്നങ്ങളുണ്ട്, ആ വിഷയങ്ങളിൽ നമുക്ക് കമ്മിറ്റിയാകാം. ഇത് രണ്ടും അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. അവിടെയും നിൽക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അവസാനം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 3000 രൂപ, ഇപ്പോൾ ഇരിക്കുന്ന 7000 രൂപയാണ്, ഒരു 3000 രൂപ നിങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ വർദ്ധിപ്പിച്ചാലും നാളെയോ മറ്റന്നാളോ കിട്ടുമെന്ന്, അതിന് 2-3 മാസം എടുത്തേക്കും, അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കുകയും പിന്നെ എത്ര വർദ്ധിപ്പിക്കണമെന്ന് അവിടെ ആലോചിച്ചൂടെ. ഞങ്ങൾ 21,000 എന്ന് പറഞ്ഞെടുത്തുന്ന നിലവിലുള്ള 7,000, അതോടൊപ്പം ഒരു 3,000 രൂപ വരെ ചോദിച്ചിട്ട് പോലും അതിന് പോലും മറുപടിയില്ല. അത് യാതൊരു തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ സമരസമിതിയുമായിട്ട് ആലോചിച്ച് നാളെ അത് വീണ്ടും അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് സാഹചര്യം. ഒട്ടും തൃപ്തരല്ല. 53 ദിവസമായി തെരുവിൽ കിടന്നിട്ട് 15 ദിവസം നിരാഹാരം കിടന്നിട്ട് ഡോക്ടർ അവിടെ വന്നിട്ടില്ല എന്ന് ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ, കാരണം ഈ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസം വരാത്തത്, കാരണം 15 ദിവസമായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ആളുകളെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ അത് ആരോഗ്യ വകുപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി പറയാണ്. ഞങ്ങൾ അറിയിച്ചില്ലെന്നാണ് പറയുന്നത്. ആ സമരപ്പന്തലിൽ ഒരു ആശാ വർക്കർ അനങ്ങിയാൽ, ആശാ വർക്കറോട് സംസാരിച്ചാൽ, ഒരു പാട്ട് പാടിയാൽ അവരുടെ പേരും ജാതകവും എടുത്ത് വീട് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് അവർ ഓരോ മാസം എത്ര രൂപ ഇൻസെൻറ്റീവ് ഓണറേറിയം വാങ്ങുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വകുപ്പിനെ 15 ദിവസമായി സ്ത്രീകൾ നിരാഹാരം കിടക്കുന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറയണം എന്നാണ് പറയുന്നത്. നമ്മൾ എത്രയോ സമരങ്ങൾ കാണുകയാണ് ഈ തെരുവിൽ. ഈ പറയുന്ന യൂണിയൻ്റെ നേതാക്കൾ എത്രയോ സമരം നടത്തിയിട്ടുണ്ട്. നിരാഹാര സമരം നടക്കുമ്പോൾ രാവിലെയും വൈകുന്നേരം ഡോക്ടർമാർ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്നത് നമ്മളത് പരാതിയായി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ വിമർശനമുണ്ട്. സ്ത്രീകൾ തെരുവിൽ കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും പോകും, വിളിച്ചാൽ പോകും. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ നിലപാട് ഈ ഓണറേറിയത്തിൻ്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലും ഒരു കമ്മിറ്റിയെ വെച്ച് പഠിക്കേണ്ടുന്ന സാഹചര്യം സംസ്ഥാനത്തില്ല. സാമ്പത്തിക പരാധീനതയെക്കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികം വൻതോതിൽ ഇവിടെ പല പദ്ധതികൾക്ക് 1000 കോടിയും 500 കോടിയും 100 കോടിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തിക പരാധീനതയില്ല. തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെ അത് പരിഗണിക്കാനും മനുഷ്യത്വപരമായി പരിഗണിക്കാനുള്ളൊരു നടപടിയാണ് ഉണ്ടാകേണ്ടതെന്നാണ് ഞങ്ങളുടെ സമരം ശക്തമായി തുടരും. ഈ 3000 രൂപ കൂടെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപക്ഷേ സർക്കാർ നാളത്തെ ചർച്ചയിൽ അംഗീകരിച്ചാൽ നിങ്ങൾ സമരം നിർത്തും? വരട്ടെ, അത് അംഗീകരിച്ച് വരട്ടെ, അപ്പോഴാലോചിക്കാം. ഞങ്ങളതൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. സർക്കാരിന് അല്ല, അത് അവർ മന്ത്രി വിളിച്ചാലേ നമുക്ക് ചർച്ചയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഒരു ചർച്ചയും കൂടെ വെക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഓണറേറിയത്തിന്റെ കാര്യത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലും കമ്മിറ്റിയുടെ ആവശ്യമില്ല എന്ന പോയിന്റ് ഞങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സാധ്യമല്ല, അതും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം താഴേക്ക് പോകാമെന്നതിനെ സംബന്ധിച്ച് കൊടുക്കണം. ഞങ്ങൾക്ക് പിടിവാശിയല്ല. 21,000 രൂപയിൽ പിടിവാശി നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങൾ കേവലം 10,000 രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിക്കണം, അതിനെ മാറ്റണം എന്ന് പറയുന്ന ആ ഡിമാൻഡ് പോലും അംഗീകരിക്കുവാൻ തത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ആശാ വർക്കേഴ്സ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ തൃപ്തരല്ല എന്ന് പറയുന്നു. മാത്രമല്ല, ചില നിലപാട് കേട്ടപ്പോൾ തന്നെ അതിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടു. ഇത്രയും നാളായി നിരാഹാര സമരം കിടക്കുന്ന കാര്യം ആരോഗ്യമന്ത്രി അറിഞ്ഞില്ല, അത് ഞങ്ങൾ പോയി അവിടെ പറഞ്ഞില്ല, റിപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ കേട്ടപ്പോൾ തന്നെ അതിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ടു എന്ന് ആശമാർ പറയുന്നു. ഈ രീതിയിൽ ആശമാരെ കുറിച്ച് പഠിക്കാൻ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ
ആശമാരെ കുറിച്ച് പഠിക്കാനുള്ള ഒരു കമ്മീഷനെ നിയോഗിക്കാമെന്ന നിർദ്ദേശം, അതിനോട് യോജിപ്പില്ല. നിലവിൽ എല്ലാം പോട്ടെ, ഒരു 3000 രൂപ കൂട്ടി ഒരു 10,000 ആക്കി മാറ്റാൻ കഴിയുമോ എന്നതിൽ പോലും അനുകൂല നിലപാടുണ്ടായില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ INTUC നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ ഡിമാൻഡ് സ്ഥിരപ്പെടുത്തലാണെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന അവരുടെ നിലപാടിനോട് എല്ലാവരും യോജിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കണം, പിരിച്ചുവിടുമ്പോൾ 5 ലക്ഷം രൂപ പിരിച്ചുവിടൽ ആനുകൂല്യമായി കൊടുക്കണം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളും അവസാനിക്കണം, അവർക്ക് 13,000-ഓളം ആശാ വർക്കർമാർക്ക് കാസ്പ് എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് ആപ്പ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നില്ല, ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നിരവധി ജോലികൾ. യെസ്, ആശമാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും INTUC പറയുന്നത്. എന്തായാലും അല്പസമയം മുൻപ് നമ്മൾ ആദ്യം കണ്ടത് ആശമാരുടെ പ്രതികരണമായിരുന്നു. എന്തായാലും സമരം ശക്തമായി തന്നെ തുടരും. വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചാൽ പോവും. പക്ഷേ ഒരു കമ്മിറ്റിയെക്കുറിച്ച് ഇപ്പോൾ ഈ വിഷയം പഠിക്കണമെന്ന് പറയുന്ന നിർദ്ദേശത്തോട് യോജിപ്പില്ല എന്ന് പറയുന്നു. 10,000 രൂപയായെങ്കിലും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ഏറ്റവും സാധാരണ ആവശ്യം പോലും അത് പരിഗണിക്കാൻ തയ്യാറാവാത്തതിനെതിരെ ശക്തമായ നിലപാട് ആയി മുന്നോട്ട് പോകുമെന്നാണ് ആശമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോവാം. വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെ വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇന്നും മുനമ്പ വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചായിരുന്നു ബിൽ അവതരണം നടത്തിക്കൊണ്ട് ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പ്രസംഗിച്ചത്. ചർച്ചകൾക്ക് ശേഷം ബിൽ പാസാക്കുന്നതോടെ ഇനി നിയമമാകാൻ രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രം മതി. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടയിലാണ് പുലർച്ചെ വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസ്സായത്. പരിഷ്കരിച്ച നിയമ ഭേദഗതി ബിൽ രാജ്യസഭ കടക്കുമെന്നും ഉറപ്പാണ്. ഇത്രയേറെ വിശദമായ ചർച്ചകൾ നടന്ന മറ്റൊരു ബില്ലുമില്ലെന്ന് ബിൽ അവതരിപ്പിച്ച ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. മുനമ്പം വിഷയം ഇന്നും മന്ത്രി പരാമർശിച്ചു. जमीन जो केरला में मुनम्बम केस के नाम से अभी सब लोग ने पढ़ चुका होगा, उसको वहां वक्फ बोर्ड ने क्लेम कर दिया और वो कहीं भी नहीं जा पाया. ബിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതും ഭരണഘടനാ വിരുദ്ധമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തി കറുത്ത വസ്ത്രമണിഞ്ഞാണ് കേരളത്തിൽ നിന്നുള്ള ഇടതംഗങ്ങൾ സഭയിലെത്തിയത്. മുനമ്പത്ത് ഒരാൾക്ക് പോലും വീട് നഷ്ടമാകില്ലെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. സർ, ഒരു കാര്യം ഞാൻ പറയാം, മുനമ്പത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. ഇതിനു മറുപടിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. ബിൽ രാജ്യസഭയും കടക്കുന്നതോടെ നിയമമാകാൻ ഇനി രാഷ്ട്രപതിയുടെ ഒപ്പുമതി. എന്നാൽ ബിൽ പാസ്സായാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിലപാട്. അതിനാൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായാലും നിയമ പോരാട്ടങ്ങൾ തുടരും. 24 ഡൽഹി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ. ബില്ലിനെതിരെ തമിഴ്നാട് ഒന്നിച്ചു പോരാടുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ പറഞ്ഞു. കറുത്ത ബാഡ്ജ് അണിഞ്ഞാണ് മുഖ്യമന്ത്രിയും DMK അംഗങ്ങളും ഇന്ന് നിയമസഭയിലെത്തിയത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. രാജ്യസഭയിൽ എമ്പുരാൻ സിനിമയുടെ പേരിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തമ്മിൽ മലയാളത്തിൽ വാക്പോര്. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സഭയിൽ കാണാമെന്നും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ കേരളത്തിൽ തുറന്ന അക്കൗണ്ടും പൂട്ടിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. TP51 ലെഫ്റ്റ് സിനിമകൾ പരാമർശിച്ചായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മറുപടി. എമ്പുരാൻ സെൻസർ ചെയ്യാനുള്ള തീരുമാനം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടേതായിരുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു. തരം താണ രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല പാർലമെന്റ് നിന്ന് CPI അംഗം P സന്തോഷ് കുമാറും പ്രതികരിച്ചു. വഖഫ് ബിൽ ചർച്ചയ്ക്കിടെ രാജ്യസഭയിലുണ്ടായ ആ വാക്പോരിലേക്കാണ് ഇനി. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്, ആരാന്നറിയോ സർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left.
two films, they should have the guts to let these two films be screened again, permitted to be screened. Then they can start yelling for Empuran. നിർണായകമായ വഖഫ് ബിൽ ചർച്ചയിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യവും ചർച്ചയാകുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി വിദേശത്താണെന്നും പാർട്ടിയെയും ലോക്സഭാ സ്പീക്കറെയും ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. JPC അംഗങ്ങളായ 3 പേർ സംസാരിച്ചാൽ മതി എന്ന ധാരണയെ തുടർന്നാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നത് എന്നാണ് ലോക്സഭയിലെ കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. വഖഫ് നിയമ ഭേദഗതിയെ ശക്തമായി എതിർക്കണമെന്ന ഇന്ത്യ മുന്നണിയിൽ ധാരണയുണ്ടായിട്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസാരിക്കാതിരുന്നതാണ് മുന്നണിക്കകത്തും പുറത്തും ചർച്ചയാകുന്നത്. എല്ലാ എംപിമാരും പങ്കെടുക്കണമെന്ന പാർട്ടി വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ലെന്ന വിമർശനങ്ങൾക്കൊടുവിലാണ് പാർട്ടി നേതൃത്വം വിശദീകരണവുമായി എത്തിയത്. വേണ്ടപ്പെട്ട ഒരു ആളിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവരെ കാണാൻ പോകേണ്ടി വന്നിരിക്കുന്നു. US-ലാണ് അവർ പോയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി സ്പീക്കർക്ക് കത്ത് കൊടുത്തിരുന്നു. ഈ ദിവസങ്ങളിൽ അവർ സഭയിൽ ഹാജരാകാൻ കഴിയില്ല, അവർ വിദേശത്തേക്ക് പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അംഗീകരിച്ച ലിസ്റ്റിലുള്ള നേതാക്കൾ മാത്രമാണ് ബില്ലിന്മേലുള്ള ചർച്ചയിൽ സംസാരിച്ചതെന്നും വിശദീകരണം. സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഉൾപ്പെട്ട 3 നേതാക്കൾ മാത്രം സംസാരിച്ചാൽ മതിയെന്നായിരുന്നു തീരുമാനം. ലോക്സഭയിലെ ഫ്ലോർ നേതാക്കൾ ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് നിലയിൽ, കോൺഗ്രസ് പാർട്ടി ലീഡർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ചു. അദ്ദേഹം അത് അംഗീകരിച്ചതിന് ശേഷമാണ് ആ ലിസ്റ്റിൽ ഉള്ള നേതാക്കന്മാർ പ്രസംഗിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യത്തെ CPIM വിമർശിച്ചു. She didn't come as for everybody, it's her constituents to see that she was not there at such an important time for her own constituents. ചർച്ച ആരംഭിച്ച് 1 മണിക്കൂറിലധികം വൈകിയായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയത്. 24 ഡൽഹി. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളുകയാണ് UDF-ഉം CPIM-ഉം. മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പറയുന്നു. എന്നാൽ ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്ത് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് BJP ആവർത്തിക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിന് പരിഹാരം കാണാൻ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന BJP-യുടെയും കത്തോലിക്ക സഭയുടെയും വാദത്തെ ഇവ തമ്മിൽ ബന്ധമില്ലെന്ന വാദമുയർത്തിയാണ് CPIM-ഉം UDF-ഉം പ്രതിരോധിക്കുന്നത്. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് UDF പറയുന്നത്. ബില്ല് പാസായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇപ്പോൾ പാസ്സാക്കപ്പെടാൻ പോകുന്ന ഈ വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി പറയുന്ന ആളുകൾ വ്യക്തമാക്കിയാൽ നല്ലതായിരിക്കും. ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് വഖഫ് ബില്ലെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നു. മുനമ്പത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ചില ഊടുവഴികളിലൂടെ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യുക, അതുപോലെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഗവൺമെന്റ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. മുനമ്പവുമായി ബന്ധപ്പെട്ട ഒന്നും വഖഫ് ബില്ലിൽ ഇല്ലെന്നാണ് CPIM പ്രതികരണം. ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ശ്രമമാണ് ബില്ലിനു പിന്നിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുത്വ രാജ്യം, ഒരു മതരാഷ്ട്രം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അണിയറ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടിലേക്കാണ് ഈ രാജ്യത്ത് നീക്കാൻ BJP സംഘപരിവാർ വിഭാഗം RSSന്റെ അതാണ് ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്നത്. വഖഫ് ബിൽ നിയമമാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ആവർത്തിക്കുകയാണ് BJP. മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം, അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് ആ അവകാശം കിട്ടും എന്ന് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടെങ്കിലും UDF-ഉം LDF-ഉം ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുണ്ടായ ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ആക്രമണത്തിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. തിങ്കളാഴ്ചയായിരുന്നു ജബൽപൂർ ലത്തീൻ അതിരൂപതയിലെ പുരോഹിതർക്കും വിശ്വാസികൾക്കും നേരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം ഉണ്ടായത്. തിങ്കളാഴ്ച രാവിലെ ഗോത്രവർഗ മേഖലയായ മാണ്ഡ്ലയിൽ നിന്നുള്ള തീർത്ഥാടകർ ജബൽപൂരിലെ കത്തീഡ്രൽ പള്ളിയിലടക്കം വിവിധ പള്ളികളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഓംതിയിലാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആക്രമണം.
വിവരമറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയ അതിരൂപത വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ്, രൂപത പ്രക്യൂറേറ്റർ ഫാദർ ജോർജ് തോമസ് എന്നിവരെ 50ഓളം വരുന്ന സംഘം പിടിച്ചു തള്ളുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നോട്ടീസ് നൽകി. ഇത് കൃത്യമായ അജണ്ടയാണ്. ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി, വിരട്ടി, ആക്രമിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിൽ സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ആക്രമണത്തെ CBCI അപലപിച്ചു. ശക്തമായ നടപടിയുണ്ടാകണമെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. ബജ്രംഗ് ദളിന്റെ 50ഓളം വരുന്ന പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരണം. ആന്റി കൺവേർഷൻ നിയമങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കണം. ആക്രമണത്തിൽ ജബൽപൂർ SPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജബൽപൂർ പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ഇനി CPM പാർട്ടി കോൺഗ്രസ് വാർത്തകൾ. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന് CPIM. BJPയെ താഴെയിറക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും CPIM തയ്യാറെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കരട് പറഞ്ഞു. മെയ് 20 പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതും സംഘപരിവാറിന്റെ വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തതുമായ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെയെങ്കിലും BJPയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. BJPയെയും RSSനെയും പരാജയപ്പെടുത്താൻ വിശാലമായ ശക്തമായ പ്ലാറ്റ്ഫോം വേണം എന്നാണ് CPIMന്റെ നിലപാടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. The understanding of the BJP and RSS concerned, there is absolutely no issue here. We are all strongly united on the fight against the BJP and the RSS. There are no ifs and buts on this. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നാൽ കർക്കശമായി നിൽക്കുക എന്നല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് അയവ് വരുത്തുന്നതും കൂടിയാണ്. എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും ബൃന്ദ കാരാട്ട്. 2025 മെയ് 20 തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം K ഹേമലതയും RSS, BJP, സംഘപരിവാർ എന്നിവയുടെ പൈശാചിക വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവും അവതരിപ്പിച്ചു. 2 പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കണമെന്നും മതേതര ജനാധിപത്യ ഐക്യം കെട്ടിപ്പടുക്കണം എന്നുമുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചാണ് സംസാരിച്ചത്. മറ്റു വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ ചർച്ചയിൽ രേഖപ്പെടുത്തുന്നത്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമാകും. രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നിന്ന് മോർണിംഗ് ഷോയോടെയാണ് യാത്ര ആരംഭിക്കുക. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20 കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയുടെ ആദ്യഘട്ടം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ച യാത്ര തൃശൂരിലെത്തിയപ്പോൾ ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി പോരിനിറങ്ങി. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന് നാടും നഗരവും ആർത്തു വിളിക്കുകയാണ്. വർദ്ധിത വീര്യത്തോടെ ആത്മാർത്ഥതയോടെ SKN ഞായറാഴ്ച മുതൽ വീണ്ടും കേരള യാത്ര തുടങ്ങും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്നുള്ള പ്രത്യേക മോർണിംഗ് ഷോയോടെയാണ് 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മാസം 6-7 തീയതികളിൽ യാത്ര തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. 8-9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിലാണ് യാത്രയുടെ സമാപനം. സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് 24. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
സ്നേഹത്തിൽ സ്പർശവാടാലെ അഴകൊരുങ്ങുകയായി മനസ്സൊരുങ്ങുകയായി ലോകം നിന്നിൽ ചേരുന്നു സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശവാടാലെ അഴകൊരുങ്ങുകയായി. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.